അജയേട്ടൻ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇത് പ്രശസ്ത നർത്തകി നടന കലോദയം പത്മാവതി. അമ്മേ. നമസ്കാരം. ഇനി എല്ലാ ദിവസവും ഇവിടെ വരും. എന്തിന്? അശ്വതിക്കുട്ടിയെ ഒരു നല്ല നർത്തകിയാക്കി മാറ്റാൻ അജയേട്ടൻ പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ച ടീച്ചറാ. സാധാരണ ഇവിടുത്തെ ടീച്ചേഴ്സ് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇത് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല. കഥകളി, കഥക, ഒഡീസി ഒക്കെ പഠിപ്പിക്കും. നിർബന്ധിച്ച നങ്ങ്യാർ കൂത്തും മണിപ്പൂരിയും കോലുകളി. അതിലൊന്നും അത്ര വലിയ പ്രാക്ടീസ് ഇല്ല. ഈ രമേശേട്ടന്റെ ഒരു കാര്യം അങ്ങാടി ഇരുന്നാട്ടെ. ആ കസേര നമ്മുടെ അച്ഛനെ മണിപ്പൂരി പഠിപ്പിക്കാൻ വന്ന ഡാൻസ് ടീച്ചറാ. ഞാൻ ഇറങ്ങണു എടുത്തി. അയ്യോ, അജയേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു, ഞാനത് മറന്നു. ദേ ഡാൻസ് ഡാൻസ് ടീച്ചറെ. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെയാ. കസേര. അജേട്ടാ, ഈ അജേട്ടാ ഒന്ന് എഴുന്നേറ്റേ. എന്താടി? രമേശിനൊരു പെണ്ണിനെ കൂട്ടി വന്നിട്ടുണ്ട്. പെണ്ണോ? അജേട്ടൻ പറഞ്ഞിട്ട് വന്നതാന്നാ പറഞ്ഞേ, അച്ഛന് ഡാൻസ് പഠിപ്പിക്കാൻ. അവര് വന്നോ? അച്ചു, നിന്റെ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ട്. ഡാൻസ് ടീച്ചറോ? ആ, വേണമെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് തുടങ്ങും. പക്ഷെ സമയം എങ്ങനെയാന്ന് വെച്ചാൽ നീ തന്നെ പറഞ്ഞാൽ മതി. അയ്യേ, എനിക്കിഷ്ടല്ല ഡാൻസ് പഠിക്കാൻ. പിന്നെ നിനക്ക് എന്താ ഇഷ്ടം? കണ്ണി കണ്ട പട്ടിയുടെയും പൂച്ചയുടെ പുറകെ കിടക്കാനോ? ഇഷ്ടമല്ലാത്തത് പഠിക്കാൻ പറ്റുവച്ചാ? എന്താ ഇത്? എടി, ഇക്കാലത്ത് മ്യൂസിക്, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുന്ന ഒരു അന്തസ്സാ. ഇത്തിരി സാമ്പത്തിക ശേഷിയും സൗകര്യമുള്ള വീട്ടിലെ മാതാപിതാക്കളെ കുട്ടികളെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പഠിപ്പിച്ചിരിക്കും. അതിന് അവൾക്കൂടെ ഇൻട്രസ്റ്റ് വേണ്ടേ? പഠിച്ചു തുടങ്ങി ഇൻട്രസ്റ്റ് ഒക്കെ താനേ ഉണ്ടായിക്കോളും. ഇവള് വെറുതെ മ്യൂസിക്കും ഡാൻസും ഒക്കെ പെൺകുട്ടികൾക്കൊരു അഴക. അത് ചെറുപ്പം തൊട്ടേ പഠിച്ചു തുടങ്ങണം. നമ്മുടെ നായന്മാരുടെ ചരിത്രം തന്നെ എടുക്ക്. മിക്കവാറും സ്ത്രീകൾ പണ്ട് തൊട്ടേ കഥകളി, നൃത്തം, ചെണ്ട, വീണ അങ്ങനെ എന്തിലെങ്കിലും ഒന്നിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അടുത്ത യൂത്ത് ഫെസ്റ്റിവലിനെ ഒരു 10 മിനിറ്റ് വരുന്ന ഒരു ഇൻസ്റ്റന്റ് ഐറ്റം സെറ്റപ്പ് ആക്കി തരാൻ ഞാൻ ടീച്ചറിനോട് പറയാം. അതങ്ങ് പഠിച്ചിട്ട് മോള് വാങ്ങണം ഫസ്റ്റ് പ്രൈസ്. എന്നിട്ട് ശ്രീകുട്ടിയെ തോൽപ്പിക്കാനല്ലേ? അയ്യോ, ഈ അസ്ത്രീകരണത്തിന് ഇതിനകത്ത് കണ്ടുപോരുന്ന എത്ര വട്ടം പറഞ്ഞിട്ടില്ല ഞാൻ. ഞാൻ ഡാൻസ് പഠിക്കാത്തതിന് പൂച്ചക്കുട്ടിയെ തല്ലി. അച്ഛന്റെ പൂർവ്വകാലം മുഴുവൻ മോൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ടല്ലേ? നല്ല ബെസ്റ്റ് അമ്മ. ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നല്ല. ഓരോ തവണ ലീവിന് വരുമ്പോഴും കൂട്ടുകാരായിട്ട് ഇവിടെ ഇരുന്ന് സഭ കൂടുമ്പോഴേ നാക്കിനെല്ലില്ലാത്ത പഴങ്കഥകൾ വിളിച്ചു പോകുമ്പോൾ ഓർക്കണം. ഞാൻ എന്ത് പറഞ്ഞു? കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കഥ മോള് കേൾക്ക പറഞ്ഞു. അത്ര തന്നെ. അല്ല, മൂക്ക് താല്പര്യമില്ലെങ്കിൽ ഡാൻസ് അല്ലേ, ആർക്കും വേണേലും പഠിക്കാലോ. ആ ചേട്ടൻ വേണേ കുറച്ച് മണിപ്പൂരി പഠിച്ചു. ബിസിനസിന് ഗുണം ചെയ്യും. ഇനി ആ ഓടും കൂടി എടുത്തോ നായരെ. ഓ, കാലത്ത് തന്നെ ഈ കണി കാണേണ്ട ഗതികേട് വന്നല്ലോ എന്റെ ഈശ്വര. എടാ, പൂരപ്പുറത്ത് കയറുമ്പോ ഒരു അണ്ടർവയർ ഇട്ട് വരണം 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഈ കർക്കടം വരെ കാത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നായരെ? എന്ത് ഇത് കാണാനാ? അയ്യേ, അതല്ല, പിന്നെ ഈ ഓടുമേലേ പൂരപ്പുറത്ത് കയറാൻ ഈ കോരെങ്ങനെ കിട്ടണ്ടേ? എടോ, താൻ ഈ ഓടൊക്കെ നിർത്തി കൊടുത്തേ. എനിക്ക് നേരില്ല. എനിക്ക് ആ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിക്കാനുണ്ട്. ഞാൻ പോണ്. നീ ദേവമ്മയുടെ പശുവിനെ ചവിട്ടിച്ച് നോക്ക്. എന്താ ദിവസേട്ടാ, സുഖം തന്നെയല്ലേ? എനിക്കൊരു വിസ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്തായി മോനെ? എന്തിന്? അവിടെ ചെന്നിട്ട് പശുവിനെ കറക്കാനാ? പശു ഇല്ലെങ്കിൽ എന്താ, ഒട്ടകല്ലേ? എത്തൂല്ല. അവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇവിടെതാ ഇങ്ങനെ പെരപ്പുറത്തൊരാളുണ്ടാവുന്നു. മഴക്കാലം തുടങ്ങിയില്ലേ, ഇനി പതിവ് കലാപരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. തിരുവനന്തപുരത്ത് ചെന്ന് ഇറങ്ങിയതുകൊണ്ട് നിന്റെ ഉദ്ഘാടനം മുടങ്ങിയില്ലേ? കഷ്ടായി. അതെ, ചില തീരുമാനങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ ഈ വീട് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം പണിയണം. അച്ഛൻ ഈ പ്ലാൻ ഒന്ന് നോക്കിക്കേ. നാളെ രാവിലെ എഞ്ചിനീയറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റാ? നീ ഓട് വെച്ചൊന്ന് തീർക്ക്. അതെ, വെച്ച് തിരികെ. ഇതിനകത്ത് കയറിയാൽ തന്നെ പൊട്ടിയ ഓടിനകത്ത് കൂടെ വെള്ളം വീടിനകത്ത് നിരത്തി വെച്ചിരിക്കുന്ന കുറെ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ടൈ 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 എന്ന് വീഴുന്നൊരു പഴയ ശബ്ദം ഉണ്ടല്ലോ, അതാ ഓർമ്മ വരിക. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ലടാ. എനിക്കെന്തോ പുറത്ത് മഴ പെയ്യുമ്പോ അകത്ത് പാത്രങ്ങളിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അത് ജനലും വാതിലും കൊട്ടിയടച്ച് AC റൂമിൽ കിടന്നാൽ കിട്ടില്ല. ദേ, ഇതാണ് കൊടുത്തേ. കോഴികൾ പട്ടിണി എടുക്കുക എന്ന് വെച്ചാ പൊട്ടക്കണക്കിലെ തവളയായിട്ട് കാലം കഴിക്കണമെന്ന് തന്നെ. അതെ, എനിക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനൊക്കെ അറിയാം. പക്ഷെ അതിന് തോന്നണില്ല. നമ്മൾ രക്ഷപ്പെടുമ്പോ അതേ സ്റ്റാറ്റസിൽ നമ്മുടെ കുടുംബക്കാർ കൂടി ജീവിക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി. അതിലിപ്പോ എന്താ വലിയ തെറ്റ്? നിന്റെ കയ്യിലിപ്പോ കാശുണ്ട്, അതുകൊണ്ട് അജയേന്ദ്രൻ നായരുടെ അച്ഛനാണ്, അളിയനാണ്, പെങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇത്തിരി കൊള്ളാവുന്ന ആളുകൾ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളെ നിന്റെ കണ്ണിൽ പിടിക്കണില്ല. അതല്ലേ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇന്നാളെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ നിന്റെ മോള് പറയാ അവൾക്ക് 10 ജോഡി യൂണിഫോം ഉണ്ട്.
അതും നീ പറഞ്ഞ സ്റ്റാറ്റസിൽ പെടില്ലേ? എന്നാ പിന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്ന പോലെ ഒരേ യൂണിഫോം തന്നെ വീണ്ടും വീണ്ടും കഴുകി വൃത്തിയാക്കി എന്നും ഇടിപ്പിച്ചു വിടാൻ ഞാൻ അവളെ. എടാ 10-35 വയസ്സ് കഴിഞ്ഞ ഒട്ടുമിക്ക മലയാളികളോടും നീ ചോദിച്ചു നോക്ക്, അവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു. നീ മാത്രല്ല, അവരെല്ലാവരും കിലോമീറ്ററുകളോളം നടന്ന് സ്കൂളിൽ പോയവരാ. 1-2 യൂണിഫോം മാത്രം ഇട്ട് പഠിച്ചവരാ. ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും മാത്രം കോടിയെടുത്ത് ശീലിച്ചവരാ. ഇപ്പൊ കാലം മാറി. പണ്ട് ആവശ്യത്തിനായിരുന്നെങ്കിൽ ഇന്ന് ആർഭാടത്തിന് വേണ്ടിയാ പണം ചെലവാക്കുന്നത്. അതല്ലേ സുഖു ഈ സ്റ്റാറ്റസ് എന്ന് പറയണത്. ഏ? അളിയോ, ഇന്നലെ വരവാകെ ചുറ്റിയല്ലേ. ഇതാച്ചാ വളം. ബ്ലോക്ക് ഓഫീസിൽ എന്താ തിരക്ക്, ഇതൊന്ന് കിട്ടാൻ പെട്ട പാട്. അളിയനിപ്പോഴും എന്തായാലും പേര് കുമാരൻ, അയാളുടെ ഓട്ടോ തന്നെ ഓടിക്കുന്നു. അല്ലാതെ പിന്നെ. അതെ, സംസാരിച്ചൊക്കെ സമയമില്ല അളിയ. വൈകിട്ട് ഞാൻ രാധയും കൂടെ വീട്ടിലേക്ക് വരാം. നാളെ ഞങ്ങളുടെ യൂണിയന്റെ ജില്ലാ കൺവെൻഷനാ. പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്ന് തിരിയാൻ സമയമില്ല. അച്ഛാ, ഈ യൂണിയൻ കാര്യത്തിൽ കാണിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിൽ കാണിച്ചുകൂടെ അളിയന്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കട തുടങ്ങാൻ സഹായിക്കാന്ന് പറഞ്ഞതാ. എവിടെ 1-2 കാറ് വാങ്ങി റെന്റേ കാർ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞപ്പോ അതും വല്ലവന്റെ. ആ വരുമാനം കൊണ്ട് അവൻ നിന്റെ പെങ്ങളെയും കുട്ടികളെയും അന്തസ്സായിട്ട് നോക്കണില്ലേ. ആരുടെ മുന്നിലും കൈ നീട്ടാൻ പോണുമില്ല. പിന്നെന്താ? എന്നാൽ ആരുടെ സഹായം വാങ്ങില്ല. എന്തിനാ ഈ ദുരഭിമാനം? ഒന്നുമില്ലെങ്കിലും ഞാൻ അവന്റെ അളിയനല്ലേ. നിന്റെ ഭാഷയിൽ അത് ദുരഭിമാനം, പക്ഷെ അവന്റെ ഭാഷയിൽ അതിന് ആണത്തൊന്നും കൂടി അർത്ഥമുണ്ട്. അവന് അവന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? നിനക്ക് ചായ വേണോ? എനിക്കൊന്നും വേണ്ട. ഇതെന്താ കുപ്പിയാ? എന്തേ കഴിഞ്ഞ തവണത്തെ പോലെ ആ ദേവസ്വേട്ടൻ ദാ ഇവനെ പോലുള്ള നാട്ടുകാർക്ക് വിളമ്പി തീർക്കണ്ട. 10,000 രൂപ വിലയുള്ളതാ. ശനിയാഴ്ച വൈകുന്നേരം വേഷപ്പന്റെ ഷാപ്പിൽ നിന്ന് ഒരു കുപ്പി കള്ള്. ആ ശീലം തന്നെ ഇപ്പോഴും ഉള്ളൂ. ഇതൊന്നും ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എന്നാ കൊണ്ടുപോയി കളയും. ഏയ്, നീ പോവാ? തിരക്കില്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് പോവാടാ. ഇവിടെ കൊറേ കാലായില്ലടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എന്നാ പിന്നെ ചായ ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, കൊണ്ടുവന്ന് കുപ്പിയോ? എന്താണ് സൂതമീൻ വിൽക്കാനുള്ള തീർന്ന് പിന്നെ എന്തിനാ കിടന്ന് കൂണേ? ഒരു ശീലം. എന്നാ പിന്നെ തനിക്ക് ആരെങ്കിലും തിയേറ്ററിൽ പോയിരുന്നു കൂവിക്കൂടെ? ഇപ്പൊ അതും ഒരു ശീലമാണല്ലോ. അജയൻ ഇങ്ങോട്ട് എത്തിയ എന്നിട്ട് അവിടെ ഇതാ അവിടെ. നിനക്ക് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചോട്ടാ സുഗത. മനുഷ്യ മെനക്കെട്ട് പോയി. നിന്നെ കാണാൻ ഇന്നങ്ങോട്ട് വരണോന്ന് കരുതിയതാ. അതെ, ഇങ്ങോട്ട് വന്നതോ അതോ പോണ വഴിക്ക് കാര്യം സാധിക്കാൻ കയറിയതോ? ഓടാ അവിടുന്ന്. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. വാ. എങ്ങനെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരുപാട് പേര് വന്ന് നോക്കിയതാ. പണം മാത്രം പോരല്ലോ. അതെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന വണ്ടി ഒരാൾക്ക് കൊടുക്കുമ്പോ വാങ്ങുന്നവന്റെ പാരമ്പര്യം കൂടി നോക്കണ്ടേ? പാരമ്പര്യം നോക്കാൻ ഇത് മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. വണ്ടി കച്ചവടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിലും വലുതാ. ഓ അതേ, ബാർഗെയിനിങ്ങിനൊന്നും ഞാനില്ല. പറഞ്ഞ കാശും എന്റെ വണ്ടിയും കൂടി അങ്ങ് തരും. ഏയ്, അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതിൽ ചില്ലി കാശ് കുറയില്ല. എന്താ അച്ചായ ഇത്? ഒരുമാതിരി മീൻ കച്ചവടം നടത്തണ പോലെ. അജേട്ടൻ കുറെ കൂടി കയറ്റി വെക്കും. അതെ, ആ താക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് അതങ്ങോട്ട് ഉറപ്പിക്ക്. അജേട്ടാ കൊടുത്തേ. അല്ലവില്ല. ഇപ്പോഴാണ് വണ്ടിയുള്ളതിനൊരു അന്തസ് വന്നു. അതെ, ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട 4 ആള് പറയണം താ കിടക്കണു അജേന്ദ്രൻ നായരുടെ ബെൻസ്. ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റേഷൻ കടയല്ലേ? പ്രസിഡന്റ് ലിഫ്റ്റ് വേണ? വേണ്ട. വേണ്ടാന്ന്. അജയന്റെ എന്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടടാ. അവൾ എന്നെയാ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ വെയിലത്ത് നിന്ന് വേർക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു.
ബെൻസിൽ ഞെളിഞ്ഞിരുന്നങ്ങ് പോവായിരുന്നില്ലേ? ആ പക ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ? ആദ്യം സ്നേഹിച്ച പെണ്ണ്, ആദ്യം സ്വന്തമാക്കാൻ മോഹിച്ച വണ്ടി, ആദ്യം പണിയാൻ കൊതിച്ച വീട്, അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിന്ന് പോകൂല രമേശ. പെണ്ണിനെ പോലല്ലല്ലോ വീട്, അത് ഇനിയും പണിയാലോ. പണിയണം. പൂമുഖവും നടുമിറ്റവും നാലുകെട്ടൊക്കെയുള്ളൊരു വലിയ തറവാട്. ഈ സിനിമകളിലൊക്കെ കാണില്ല, അതുപോലെ ഒരെണ്ണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു ബോർഡും വെക്കാം, വരിക്കാശ്ശേരി മനാന്ന്. അല്ല, പേര് നിർബന്ധമില്ല. പക്ഷെ അതിനു മുമ്പിൽ അജയട്ടെ ചാരുക സെല്ലിങ്ങനെ കിടക്കണം, അരികത്ത് മുറുക്കാൻ ചെല്ലോ കോളാമ്പിയൊക്കെ ആയിട്ട്. ഒരു പണിയില്ലാത്ത 3-4 പേര് വെറുതെ അജയേട്ടന് ചുറ്റി ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കണം. അജയേട്ടൻ നടുക്കിലിരുന്ന് ഏതോ ഒരു ഗുരുവിന്റെ കബറിൽ പച്ചമണ്ണ് വാരിയിട്ട് പാടിയ പാട്ടും പാടണം. അവിടെയാടാ കുഴപ്പം. അങ്ങനെ ഒരു വീടിന്റെ പ്ലാനുമായിട്ട് ചെന്നപ്പോ അച്ഛനൊരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല. ആദ്യം ഗൾഫിൽ പോയപ്പോ എല്ലാ ഗൾഫുകാരും ചെയ്യുന്ന പോലെ ചാടി കയറി ഒരു വീടങ്ങ് പണിതു. അത് തീരെ ചെറുതായി പോയതുകൊണ്ടാ ഇപ്പൊ താമസിക്കുന്ന വീട് ജോർജേട്ടനെ നിന്ന് വാങ്ങിയത്. അത് എന്റെ സങ്കല്പത്തിൽ പെട്ടതായുമില്ല. അതിനെന്താ, സങ്കല്പത്തിലുള്ള വീട് വേറൊരു സ്ഥലത്ത് പണിതൂടെ? പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ 80 സെന്റ് സ്ഥലം കിടപ്പുണ്ട്. അവിടെ ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വരുന്നവർ മുഴുവനും വീട് കാണും. കൂട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും. എന്തേ? അല്ല, അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ? ഇനിയുള്ള കാലം നാട്ടിൻപുറത്ത് ആരെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയോ? അതൊക്കെ നമുക്ക് സിറ്റിയിൽ പണിയാലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ സ്ഥലത്തിന്റെ കരാറ് നാളെ നടക്കാനില്ല ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തീരും ഉണ്ടാവുന്ന കേട്ടത്. നീ ഇതെന്താ നേരത്തെ പറയാത്തത്? അഡ്വാൻസ് ഇത്തിരി കൂട്ടിക്കൊടുത്താലോ? രക്ഷയില്ല. അത്രയ്ക്ക് മോഹമാണെങ്കിൽ നമുക്ക് ഇന്ന് കയറി വെട്ടാം. ഒരു പൊടിക്ക് പൈസ കയറ്റി വെച്ചിട്ട് കൈയോടെ തീർന്ന് പറഞ്ഞാല് സംഗതി തിരിയും. അത്രയും പൈസ റോൾ ചെയ്യണമെങ്കിൽ ഒരു മാസമെങ്കിലും എടുക്കും. അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് FD പൊളിക്കണം. ആ മാനേജർ ഒരുപാട് നിർബന്ധിച്ചിട്ട് പൈസയാ. 2 മാസമാവുന്നുള്ളൂ. ഇപ്പൊ തന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ചിലല്ലേ? കുറച്ചില്ല. പൈസ അറേഞ്ച് ചെയ്യാൻ അജയട്ട് എത്ര ദിവസം വേണ്ടി വരും? 1 മാസം. അത് കഴിഞ്ഞ കോടികളല്ലടാ കയ്യിൽ വരാൻ പോണത്. അവര് പറയുന്ന വില. 1 മാസം വരെ റോൾ ചെയ്യാൻ പൈസ കിട്ടിക്കഴിഞ്ഞാ നാളെ കച്ചവടം നടത്താലോ. ഡൺ. അജയേന്ദ്രൻ നായരെ പോലുള്ള ഒരാൾക്ക് പണം കടം തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ രമേശിന്റെ കെയർ ഓഫിൽ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരുപാട് കച്ചവടക്കാർക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് തിരിച്ചു തരാറുണ്ട്. പിന്നെ കമ്മീഷൻ കിട്ടുന്നതുകൊണ്ട് മുടക്കം വരാൻ രമേശ് സമ്മതിക്കാറുമില്ല. അയ്യോ, ഇതിന് കമ്മീഷൻ ഒന്നുമില്ല. ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ? അതെ. അപ്പോ എത്ര നാളത്തേക്കാ പണം വേണ്ടത്? ഒരു മാസം. അപ്പോഴേക്കും ഫണ്ട് വരും. ആയിക്കോട്ടെ. എങ്കിലൊരു ധൈര്യത്തിന് ഒരു 3 മാസത്തെ അവധി വെക്കാം. ഈ മണി ഫ്ലോയുടെ കാര്യമാണല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം വന്നാ പിന്നെ വിഷമിക്കാൻ നിൽക്കണ്ടല്ലോ. സാധാരണ വീക്കിലി കളക്ഷൻ ബേസിലാണ് ഞങ്ങൾ പണം കൊടുക്കാറ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രം ആ ഉപകാരം തിരിച്ചിങ്ങോട്ടും വേണം. നായരുടെ കയ്യിൽ പൈസ വരുമ്പോ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിടാൻ നിൽക്കണ്ടെന്നർത്ഥം. ഞങ്ങളെ ഏൽപ്പിച്ച ഇരട്ടിയായി തിരിച്ചു തരും. അതെ, ആലോചിക്കാം. അപ്പൊ ബിസിനസ് നിങ്ങൾ തമ്മിൽ നേരിട്ടായ തന്നെ ഞങ്ങൾ മറക്കൂ രമേശ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. നാളെ രജിസ്ട്രേഷന് മുമ്പായി പണം അവിടെ എത്തിയിരിക്കും. ഒരു പുതിയ ബിസിനസ് ഡീൽ തുടങ്ങുന്നതിന് മുമ്പ് അതൊരു 2 പെഗൊഴിച്ച് നനച്ചുറപ്പിക്കുന്നല്ലേ നല്ലത്? അതിനെന്താ എന്താ സംശയം? എന്നാ പിന്നെ നനയ്ക്ക് തന്നെ. ഇത് കണ്ടോ എടുത്തി? വഴിയിലെങ്ങാണ്ട് കിടന്നിരുന്ന പൂച്ചയാ. കാലും മുറിഞ്ഞിരിക്കാന്നും പറഞ്ഞ് അതിനെയും പിടിച്ചുകൊണ്ടുവന്ന് ദേ ഇപ്പം മരുന്ന് വെച്ച് കിട്ടുക. ഇവളാരാ, വെറ്റിനറി ഡോക്ടറോ? ദേ അച്ചു, അല്ലെങ്കിൽ തന്നെ നിന്റെ പൂച്ച അച്ഛനും തമ്മിൽ കടിപിടിയാ. ഇനി ഇതിനെ കൂടി കണ്ട ഇതേതാ കാറ്? ഇനി ഇതാണ് നമ്മുടെ കാറ്. അപ്പൊ മറ്റേതോ? വിറ്റു. അയ്യോ, അത് വിറ്റോ? എടി, കാർ എങ്ങനെയുണ്ടെന്ന് പറ. കലക്കി. കണ്ടാ, അവൾക്ക് വിവരമുണ്ട്. എടി, നിലയും വിലയും മാറുന്നതനുസരിച്ച് ജീവിത സാഹചര്യങ്ങളും മാറണം. പണ്ട് കാലത്ത് നാട്ടിൽ 1-2 കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, എല്ലാവന്റെ കയ്യിലും പൂത്ത കാശ. അതിന്റെ ഇടയിൽ ഇത്തിരി പരിഗണന കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറണം. അതിലും ഭേദം എന്റെ കയ്യിൽ ഇത്ര നീക്കിയിരിപ്പുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് എന്നൊരു നോട്ടീസ് അടിച്ചിറക്കിയാ പോരെ. ആ പത്രക്കാരന്റെ കയ്യിൽ കൊടുത്താൽ രാവിലെ തന്നെ എല്ലാ വീട്ടിലും എത്തും. നീ അല്ലെങ്കിൽ കൊനഷ്ടേ പറയൂ. ഇറങ്ങി പുറത്തേക്ക്. ഈ വൃത്തികെട്ട മൃഗത്തിനെയും കൊണ്ടാണോ ഇതിനകത്ത് കയറുന്നത്? മൃഗോ? പിന്നല്ലാതെ ഇതെന്താ പക്ഷിയാ? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വണ്ടിക്കകത്ത് അവൾക്ക് കേറ്റാൻ കണ്ടൊരു സാധനം. ഈ പൂച്ച ഇപ്പൊ ഇതിനകത്ത് കയറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എനിക്കിഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അജേന്ദ്രൻ നായരുടെ വീട്ടിലെ പൂച്ചയ്ക്കും കാണില്ല ഇച്ചിരി ഗമയും പത്രാസും ഒക്കെ. ഈ വീട്ടിലെ പൂച്ച വരെ ബെൻസിലാ പോണേന്ന് പറയാലോ.
എന്റെ അപ്പനായിട്ട് തുടങ്ങിയതായി ടാക്കീസ്. അന്ന് പ്രേമനസീർ വന്നിട്ട് അത് ഉദ്ഘാടനം ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൊച്ചു കുട്ടിയായിരുന്നു. ഉദയായുടെ പൊന്നാപുരം കോട്ടയായിരുന്നു ഉദ്ഘാടന ചിത്രം. നമ്മൾ അതൊരു 5-8 പ്രാവശ്യമെങ്കിലും കണ്ടേ സുഗത? എനിക്കെങ്ങ് ഓർമ്മയില്ല, ഞാൻ തൂറിൽ പിടിച്ചെടുക്കായിരുന്നു. കണ്ടിട്ടുണ്ട് സുഗത, കണ്ടിട്ടുണ്ട്. തറയിലും ബെഞ്ചിലും ഒക്കെ ആയിട്ടിരുന്ന് എത്ര പടങ്ങളാ കണ്ടിട്ടുള്ളത്. അത് തന്നെ സ്വന്തമാക്കാന്നൊക്കെ പറയുമ്പോ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും. എന്താ സുഗത ഒരു താല്പര്യം ഇല്ലാണ്ട്? സിനിമ കാണാൻ തിയേറ്റർ വാങ്ങേണ്ട കാര്യമില്ലല്ലോ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. സുഗതേട്ടാ, നിങ്ങൾ മീൻ വിൽക്കണ പോലെ എല്ലാം കാണരുത്. സുഗത, ഈ സിനിമാ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മനസ്സാ. ജാതിയും മതവും പണവും ഒന്നും നോക്കാതെ ആളുകൾ ഒത്തൊരുമിച്ച് വന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം സിനിമാ ടാക്കീസ് മാത്രം. അപ്പൊ ബാറാ, അവിടെ ജാതിയൊക്കെ ആണല്ലോ കച്ചവടം. പലരും വന്നതാ. ചിലവര് കല്യാണ മണ്ഡപം, ചിലവർക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ്. പക്ഷെ തിയേറ്റർ നടത്താൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് എനിക്ക് വാശി. അതെന്തായാലും നന്നായി. ആദ്യം നമുക്കിതൊന്ന് പൊളിച്ചു പണിയണം. സീറ്റൊക്കെ മാറ്റി AC വെച്ച് ഡീറ്റെയിൽസ് ആക്കി റിലീസ് പടം തന്നെ കൊണ്ടുവന്ന് കളിപ്പിക്കണം. അന്ന് പ്രേംനസീർ വന്നെങ്കിൽ ഇന്ന് മമ്മൂട്ടിയെ കൊണ്ടുവരണം. ഒപ്പം മോഹൻലാലും ആയിക്കോട്ടെ. ഇത് വിൽക്കണ കാര്യം ആലോചിക്കുമ്പോ എന്റെ ചങ്ക് പടയ്ക്കാ മോനെ. പക്ഷെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് തന്നു വിചാരിച്ച് എപ്പോ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒരു കസേര വർഗീസേട്ടനായിട്ട് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കസേരയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ കച്ചവടം പറയും. 6 മാസത്തെ എഗ്രിമെന്റ്, ഒരു 5 ലക്ഷം റുപ്യ ഇപ്പൊ കയ്യിലേക്ക് തരും. ബാക്കി 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷന്റെ സമയത്ത്. അതൊന്നും പറ്റില്ല, റെഡിക്കേഷൻ ആളുള്ളതാ. എന്നാ ഇങ്ങനെ വേണമെങ്കിൽ ഇത് അവർക്ക് കൊടുത്തോട്ടെ, നമുക്ക് പോവാ. അങ്ങനെയല്ല, തീരെ 6 മാസം കഴിഞ്ഞു മതി. അവർക്ക് തിയേറ്റർ നടത്താനല്ല, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. മോൻ ഐശ്വര്യമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് അഡ്വാൻസ് തന്നെ. ഇവിടെ കിഴക്ക് എവിടെയാ? അതെ, കിഴക്കോട്ട് തിരിഞ്ഞ് തന്നാലും പടിഞ്ഞാട്ട് നിന്ന് വാങ്ങിക്കുന്നതിൽ ഐശ്വര്യ കുറവൊന്നുമില്ലല്ലോ. ഏതായാലും കച്ചവടം നടക്കട്ടെ, എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ, ഞാൻ പോവേണം. ചാളയുടെ അയിലയുടെ വില അല്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ലാത്ത കിഴങ്ങനാ. മേലാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു ബിസിനസ് ചെയ്യുമ്പോ കൂടെ കൊണ്ടുവരരുത്. പാവല്ല. എന്ത് പാവം? കാശിതാ മോനെ. ഈ മാന്ദ്യം വന്നതിന് ശേഷം ഗൾഫുകാർക്ക് വലിയ പത്രാസൊന്നുമില്ല. ഇവിടെ വന്ന് വലിയ ഗമയില് ജീവിക്കണവര് പലരും അവിടെ കമ്പി വളച്ചും കല്ലും ഒന്നും കാശുണ്ടാക്കിയുള്ള. കമ്പി വളച്ചും കല്ലും ഒന്നും ഇത്രയും കാശുണ്ടാക്കാൻ പറ്റോ ഷാരടി? സംഭാവന ചോദിച്ചു പറഞ്ഞവർക്ക് വാരിക്കോരി കൊടുക്കാന്ന് കേൾക്കണേ. അതൊക്കെ ട്രിക്കല്ലേ കാണാരാ, നാട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ. ശരിക്കും ആവശ്യമുള്ള ഒരുത്തൻ സഹായം ചോദിച്ചു ചെല്ലട്ടെ, അപ്പൊ കാണാൻ അവന്റെയൊക്കെ തനിനിറം. ചില്ലി കാശ് കൊടുക്കില്ല. ഷാരടി അങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അജേന്ദ്രൻ നായരുടെ അടുത്ത് സഹായം തേടി ചെല്ലുന്ന ഒരാൾ പോലും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. ഒരു അന്തി. അങ്ങനെയാണെങ്കിൽ എന്താ എന്റെ കാര്യം? എന്താ കാര്യം? ഈ പുത്തൻ പണക്കാർക്ക് സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ പറഞ്ഞില്ലെങ്കിൽ ഒരു ചൊറിച്ചില്ല. അതല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ഷാരടിയെ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? കമ്മ്യൂണിറ്റികളിന് സംഭാവന കൊടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സംഭാവന നൽകിയവരുടെ പേര് വെക്കുമ്പോ സ്വന്തം പേര് ഏറ്റവും മുകളിൽ വെക്കണം. അതിന്റെ ഗുണം ആർക്കാ? നാട്ടുകാർക്കാ? കല്ലി കൊത്തിയതുപോലെ കിടക്കില്ലേ അവിടെ പേര്? അതേടാ, അങ്ങനെ എന്റെ മോന്റെ പേര് കല്ലിൽ കൊത്തിവെച്ച പോലെ തന്നെ കിടക്കും. അതവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നാട്ടുകാർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തില്. അങ്ങനെ പറഞ്ഞു പോണ നാവെടുത്ത് വായിലിക്കിട്ടേ. ഈ നാട്ടിലെ ഒരാളുടെയും സഹായത്തോടെ അല്ല എൻ്റെ മോൻ കാശുണ്ടാക്കണത്. അവനെ ശകാരിക്കാനും ഗുണദോഷിക്കാനും കളിയാക്കാനും ഒരാൾക്കേ അവകാശമുള്ളൂ, അവൻ്റെ അച്ഛൻ അച്യുതൻ നായർക്ക്. വേറെ ആരെങ്കിലും അത് പറയണത് കേട്ടാ അവൻ്റെ മുഖത്ത് ഞാൻ ആട്ടും. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. റേഷൻ വാങ്ങാനുള്ള കാശ് കള്ള് ഷാപ്പിൽ നേർച്ചയിരുന്ന കുറെ എംബോക്കികൾ. അച്യുതൻ നായരെ, അന്തി വേണ്ടേ? ദേ ഇരിക്കണില്ലേ ഉപദേശി, അവന്റെ വായിരിക്ക് കമത്ത്. അങ്ങോട്ട് തള്ളി കൊടുക്കണെന്തിനാ? ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. ഇതെന്താ? രശ്മി തന്നു വിട്ടതാ. ഇത്തിരി ചപ്പാത്തിയും ചിക്കൻ കറി. എനിക്ക് പതിവ് 2 ഗോതമ്പ് ദോശയും ഇത്തിരി ചമ്മന്തിപ്പൊടിയാ. അത് ഇവിടെ ഉണ്ട്. അച്ഛനിവിടെ പട്ടിണി കിടക്കല്ലെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഗോതമ്പ് ദോശ മാറി കഴിച്ചുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. കഴിക്ക്. ഞാൻ കഴിച്ചോളാം. അച്ഛൻ ഇരിക്കേ. നിന്ന് സമയം കളയണ്ട, അവളും മോളും കാത്തിരിക്കുന്നുണ്ടാവും. അച്ഛാ, ഇന്ന് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞൊന്നും അച്ഛൻ മനസ്സിൽ വെക്കണ്ട. അത് മനസ്സിൽ നിന്ന് പോണെങ്കിൽ ഈ പൊതിഞ്ഞു കൊണ്ടുവന്നൊന്നും പോരാ. അന്ന് നീ കൊണ്ടുവന്ന 5000 രൂപയുടെ കുപ്പി ദേവസി എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്.
ചെന്നെടുത്തോണ്ട് വാ, കൂട്ടത്തിൽ 2 ഗ്ലാസും. എന്നിട്ട് എൻ്റെ ഒപ്പം ഇരുന്ന് 2 എണ്ണം വീശ്. നീ വരൂന്ന് എനിക്കറിയാടാ, അതുകൊണ്ടല്ലേ ഞാൻ പച്ചയ്ക്ക് വന്നത്. എന്നാ പിന്നെ എടുക്കല്ലേ? എടുക്കടാ. ഗുഡ് മോർണിംഗ്. ലക്ഷ്മി, സ്റ്റാൻഡ് അപ്പ്. ഈ സ്കൂളിൽ ചില ഡിസിപ്ലിൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. യു ഷുഡ് നോ ദാറ്റ്. വേ വേ യു ലാസ്റ്റ് വീക്ക്? അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മാം. ഈ ഒരു എക്സ്ക്യൂസ് ലക്ഷ്മി ഈ വർഷം എത്രാമത്തെ പ്രാവശ്യം പറയുന്നതെന്ന് അറിയാമോ? ഗോ ഔട്ട്. ഇന്ന് മുഴുവൻ പുറത്ത് നിന്ന് പഠിച്ചാൽ മതി. നാളെ പാരന്റ്സ് വരട്ടെ, ക്ലാസ്സിൽ കയറണോ വേണ്ടേന്ന് എന്നിട്ട് ആലോചിക്കാം. മാം അത് ഷട്ട്. ഒരു മടിയുമില്ലാതെ നുണ പറയാൻ കുട്ടിക്ക് എങ്ങനെ പറ്റുന്നു? കഴിഞ്ഞ വെനസ്ഡേ കുട്ടിയുടെ അച്ഛനും അമ്മയും ബസ്സിൽ കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. മകൾക്ക് മന്ത്ലി ടെസ്റ്റ് ഉള്ളപ്പോൾ മാത്രം അമ്മയ്ക്ക് അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് അവർ നേരിട്ട് വന്ന് പറയട്ടെ. റെപ്യൂട്ടഡ് ആയ സ്കൂളിൽ PTA ഹെൽപ്പിൽ ഫീസില്ലാതെ പഠിക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ പഠിപ്പിനോടെങ്കിലും ജസ്റ്റിസ് കാണിക്കണം. ക്ലിയർ ഫ്രം ദ ക്ലാസ്. I say clear out. Last day we discussed about law of constant proportions. In a compound such as water, the ratio of mass of hydrogen to the mass of oxygen is always 1:8. Whatever the source of water, if 9g of water is decomposed, Ashwati, what are you doing there? ലക്ഷ്മി, അയ്യോ ലക്ഷ്മി, എന്താ? ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി എന്ത് പറ്റി? അയ്യോ മോളെ, ലക്ഷ്മി, എന്ത് പറ്റി? അമ്മയ്ക്കല്ല മാം, ഇവൾക്ക് അസുഖം. പേഷ്യന്റ് ആണെന്ന് സ്കൂളിൽ അറിയണത് ഇവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണോ പറയണത്? പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വേറെ എന്താ വഴി സാർ? മാസാമാസം ഡയാലിസിസിന് കൊണ്ടുപോകുന്നത് തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ചാ. കോയമ്പത്തൂര് ഭാര്യയുടെ ഒരു ചേട്ടനുണ്ട്, മൂപ്പരുടെ പരിചയത്തിലുള്ള ആശുപത്രിയിലാണ് ചികിത്സ. ഡോക്ടർ എന്താ പറയുന്നത്? കാശുണ്ടെങ്കിൽ ഡോണറുണ്ട്. രക്തം പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും ചേരൂല. ലക്ഷങ്ങളുടെ കാര്യമല്ലേ, എന്നെക്കൊണ്ട് കൂട്ടിയാ കൂടണ്ടേ? ലക്ഷങ്ങളെന്ന് വെച്ചാ എത്ര വേണമെന്നാ? 4-5 ലക്ഷം. സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവന് ആര് തരാനാ ഇത്രയും പണം? ഞാൻ തന്നാലോ? ഡോക്ടറോട് സംസാരിച്ചിട്ട് ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ. ഇത്രയും പണം എൻ്റെ മകളാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടല്ലേ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി എനിക്ക് മോളെ പോലെയല്ലേ? അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്? ഔദാരിയാണെന്നൊന്നും വിചാരിക്കണ്ട, കടമായിട്ട് കൂട്ടിയാൽ മതി. ഇല്ല സാറേ, മരക്കമ്പനിയിലെ കണക്കെഴുത്ത് പണി കൊണ്ട് ഈ ജീവിതകാലത്തൊന്നും എനിക്കത് തിരിച്ചു തരാൻ കഴിയില്ല. വേണ്ട, ലക്ഷ്മി പഠിച്ച് മിടിക്കുകയെ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാനത് തിരിച്ചു മേടിച്ചോളാം, പോരെ? ആവശ്യമുള്ളവന് നൽകുമ്പോഴേ പണത്തിന് വിലയുള്ളൂ എന്ന് പറയാറില്ലേ? ഇപ്പം അതിനാവശ്യം നിങ്ങൾക്ക്. പണമില്ലാത്തതുകൊണ്ട് മോളുടെ അസുഖം മാറാതിരിക്കണ്ട. ഫോട്ടോ നല്ലതൊന്നും ഇരിപ്പില്ല എന്നാ അവള് പറയണത്. പുതിയതൊരെണ്ണം എടുപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഓ ധാരാളം മതി. അങ്ങോട്ട് തന്നിട്ടുള്ള കുറിപ്പില് അവന്റെ ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, നേരിട്ട് അവനെ തന്നെ അയച്ചാലും മതി. അപ്പൊ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉറപ്പിക്കല്ലേ? അതെന്ത് കാര്യം? അല്ല, പെങ്ങളെ എങ്ങനെ പന്തലിന്ന് പുറത്തിറക്കി വരണമെന്ന് അജേന്ദ്രൻ നായർക്ക് മറ്റാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വേണ്ടത് ചെയ്യുമെന്ന് നമുക്കറിയാം. തന്റെ 3% കമ്മീഷനല്ലേ, അതങ്ങ് തരും. അപ്പൊ ഇറങ്ങാം. വരട്ടെ അച്ഛനാരെ. അവളെവിടെ? അകത്തുണ്ട്. അജയനോട് നിനക്കൊരു സൂചന കൊടുക്കായിരുന്നു. ഇതിപ്പോ നമ്മളെല്ലാം അറിഞ്ഞിട്ട് അവനീന്ന് മാത്രം ഒളിപ്പിച്ചു എന്ന് വരുമ്പോ. അവരെ സംഭാവന പിരിക്കാൻ വന്നവരല്ല. ഇനിയുള്ള കാലം മകള് കഴിയേണ്ടത് ആ വീട്ടിലാ. ഇങ്ങനെ പെരുമാറാനായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് പെരുമാറ്റശീലം മാറ്റിയെടുക്കാന്ന് വെച്ചാ ഇത്തിരി കഷ്ട. വേണ്ടി വരും. ആ ചെറുക്കനെ MBA-കാരനാ. എന്നിട്ടും ഈ ഓണം കയറാ മൂലയിൽ വന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചതേ കറവക്കാരൻ അച്ഛൻ നായരുടെ മോളായതുകൊണ്ടൊന്നുമല്ല, അജേന്ദ്രൻ നായരുടെ പെങ്ങളായതുകൊണ്ട് തന്നെ. അപ്പൊ ഇത്തിരി ബഹുമാനം കൂടുതൽ കൊടുക്കേണ്ടി വരും. എങ്കിൽ താലി കെട്ടാൻ അജേന്ദ്രൻ നായർ തന്നെ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും. ഇത് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ മനസ്സറിയണ്ടടാ. എന്താ അവളുടെ മനസ്സിൽ? നിന്നോട് നല്ല നേരം നോക്കി പറയാനിരിക്കുകയായിരുന്നു ഞാൻ. അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടം. പ്രേമോ ചുറ്റിക്കറങ്ങലോ ഒന്നുമില്ല, ഒരിഷ്ടം. പള്ളിമുക്കിലെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസ് ഇല്ലേ, അവിടെ DTP ചെയ്യണ ചെറുക്കനാ സജീവൻ.
ഞാൻ അവനെ കണ്ട് സംസാരിച്ചതാ. അവനാവുമ്പോ നമ്മുടെ നിലയ്ക്കും ചേരും. ഓഹോ, അപ്പൊ എല്ലാരും കൂടി തീരുമാനം എടുത്തിട്ട് എന്നൊരു കോമാളിയാക്കാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ എന്റെ തീരുമാനം ഞാൻ പറയാം. എന്റെ പെങ്ങൾ എന്നെ അനുസരിക്കും. ഞാൻ നിശ്ചയിച്ച ചെറുക്കനെ തന്നെ അവള് വിവാഹം കഴിക്കും. അത് നടക്കില്ല ഏട്ടാ. വേണ്ട, കയ്യാങ്കളി വേണ്ട. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ തല്ലാൻ ചേട്ടനെന്നല്ല ആർക്കും അവകാശമില്ല. അവളുടെ കാര്യം തീരുമാനിക്കാനുള്ള പ്രായം അവൾക്കായി. അതെ, എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കണം, ഞാനും. അതുകൊണ്ട് എന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തീരുമാനം പറയാം. ഞാൻ നിശ്ചയിച്ചത് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ നിമിഷം ഇവിടുന്ന്. ഇങ്ങനൊരു പെങ്ങൾ എനിക്ക് വേണ്ട. അജേട്ടാ വേണ്ട. നീയും കൂടി അറിഞ്ഞിട്ടാണ് ഈ നാടകം എനിക്കറിയാം. വിശദീകരിക്കാൻ നിൽക്കണ്ട. ശ്രീകരം